473 സ്കോർ. 475 സ്കോർ ഉണ്ട്. ഫാത്തിമ 73. 87,000 റാങ്ക്. നിനക്ക് എന്തായാലും ഒരു 6500 7500 റാങ്ക് വരും. 87,000 അല്ലേ? 6000 അല്ല, 5500. എത്രയാണ് ഓൾ ഇന്ത്യ റാങ്ക്? എത്രയാണ്? 87,000. അപ്പൊ 6500, 6000 മുതൽ 7500 വരെ റാങ്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ MBBS ഗവൺമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാം കയറും ഫാത്തിമ. ഓക്കെ. അടുത്തത് ചോദിച്ചാണല്ലോ ബിനു. ഫാത്തിമ ഹാൻഡ് ലോവർ ആക്കിക്കോളൂ കേട്ടോ. പിന്നെ ജമാൽ ഗർസാൽ. ഇതും എന്റെ മകന് വേണ്ടിയിരുന്നോ? കേൾക്കുന്നുണ്ട്. അവന്റെ റാങ്ക്, ഈ ആളിന്റെ റാങ്ക് 22,502 ആണ്. അപ്പോ നമ്മള് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇൻ കേസ് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നമ്മള് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കേൾക്കുക. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ 19,000 വരെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കയറിയത്. 19,000 ചില്ലുവാനാണ് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് നടന്നപ്പോൾ. ലാസ്റ്റ് റാങ്ക് 19,000 ചില്ലുവാനായിരുന്നു. ഈ വർഷത്ത് 21,000 ചില്ലുവാനായേക്കാം. അപ്പൊ ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ കയറാൻ സാധ്യത കുറച്ച് കുറവാണ്. ഇനി വന്നാൽ ശ്രദ്ധിക്കണം, ഫസ്റ്റ് റൗണ്ടിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് പ്രത്യേകത, ഫസ്റ്റ് റൗണ്ടിൽ വന്നിട്ട് നമ്മൾ അത് എടുത്തില്ല എങ്കിൽ ഫ്രീ എക്സിറ്റ് എന്നാ പറയാ. നമുക്ക് ഫീസ് നഷ്ടപ്പെടില്ല, അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള അവസരവും നഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് അലോട്ട് ചെയ്ത ആ സീറ്റ് പിന്നെ നമുക്ക് കിട്ടൂലല്ലോ, അത് ലോസ് ആയില്ല. അത് പറയാൻ പറ്റില്ല, കാരണം ആ സീറ്റ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നിടത്തേക്കല്ലേ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോൾ അത് തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ മേലെയുള്ള കൊടുത്തത് വന്നേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പറ്റാത്തതാണെങ്കിൽ അത് എടുക്കണം എന്നില്ല, നിർബന്ധമില്ല. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്ന ഔട്ട് ആവും കേട്ടോ. കേരള റാങ്ക് ഏകദേശം എത്ര ആയിരിക്കും? 22,500, 1,500, 1,800 ഇടയിൽ വരാനാണ് സാധ്യത. അതെ. ജനറൽ റാങ്ക് 1,500 കേരളത്തിൽ എന്തായാലും കിട്ടും. ഓക്കെ. റജീന ഹാൻഡ് റേസ് ചെയ്ത റജീന അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഫാത്തിമ ഹാൻഡ് ലോ ചെയ്യാ, ജമാൽ ഹാൻഡ് ലോ ചെയ്യാ. ഹലോ സർ, എന്റെ പേര് റജീന എന്നാണ്. എനിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത് 273 ആണ്. ഓൾ ഇന്ത്യ റാങ്ക് 5 lakh ആണ് വരുന്നത്. കാറ്റഗറി OBC വരുമ്പോ 2 lakh. BDS സെൽഫ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? നിന്റെ 5 lakhs അല്ലേ റാങ്ക് വന്നിരിക്കുന്ന മോളെ? 5 lakhs BDS ഗവൺമെന്റ് സെൽഫ് ഫിനാൻസ് കിട്ടുമല്ലോ, ഉറപ്പായിട്ടും കിട്ടും. കേരളത്തിൽ കിട്ടോ? കേരളത്തിൽ കിട്ടും, സെൽഫ് ഫിനാൻസ് കിട്ടും. കോഴിക്കോട് ആ ഭാഗമൊക്കെ? കോഴിക്കോടിന്റെ കാര്യത്തിൽ ഉറപ്പിക്കാൻ കോഴിക്കോട് ഭാഗത്തുള്ള കോടതികളിൽ ഏതെങ്കിലും ഒന്നിൽ കിട്ടും കേട്ടോ. ആഞ്ജനേയും KMCT ആണല്ലോ നിലവിലുള്ളത്. കാരണം 20,000 22,000 റാങ്ക് വരാൻ സാധ്യത ഉണ്ട് നിന്റേത്. 22, 25 മാക്സിമം പോയാൽ 25 കേട്ടോ. അപ്പൊ ആ റാങ്കിനുള്ളിൽ വരുന്നത് കൊണ്ട് നിനക്ക് കേരളത്തിൽ BDS സെൽഫ് ഫിനാൻസിൽ ഉറപ്പായിട്ടും കയറും. ആയുർവേദ സെൽഫ് ഫിനാൻസ് കയറും. ചിലപ്പോൾ ഫിഷറീസ് ഗവൺമെന്റ് ബോർഡർ ലൈനിൽ വന്നേക്കാം, ഉറപ്പൊന്നുമില്ല, ചിലപ്പോ വന്നേക്കാം കേട്ടോ. ഗവൺമെന്റ് BDS കിട്ടൂലല്ലോ? ഇല്ല മോളെ. സാർ, ഒരു ഡൗട്ടും കൂടി. സെൽഫ് ഫിനാൻസ് BDS കയറുകയാണെങ്കിൽ ഫീ സ്ട്രക്ചർ എത്ര? 3.2526 ആണ് വരിക. അത് ചിലപ്പോ കൂടും, ചിലപ്പോ അങ്ങനെ തന്നെ നിൽക്കും. എന്തായാലും ഒരു 18 ലക്ഷം മൊത്തം കണ്ടോളൂ കേട്ടോ. ഓക്കെ.
അടുത്ത ചോദിക്കൂ. റജീന ചോദിച്ചു കഴിഞ്ഞു. ഇനി ചോദിക്കാനുള്ളവര് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. ഹലോ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മോള് 505 മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. 505 അല്ലേ? അതെ അതെ. അപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഓൾ ഇന്ത്യ കട്ടായി 46,133. ഈ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ഈ വർഷം പോവാൻ, കഴിഞ്ഞ വർഷം വന്നത് 24,900 വരെയായിരുന്നു വന്നത് OBC, 900 ചില്ലുവാനം. ഈ വർഷം 2000 റാങ്കിന്റെ വ്യത്യാസം വന്ന് 26,900, 27,000 വരെ മാക്സിമം വന്നേക്കാം. മാക്സിമം അത്രേ വരുള്ളൂ. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ 30ലേക്ക് പോവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവില്ല. ഇനി 46,000 കേരളത്തിൽ വരുമ്പോൾ ഏകദേശം ഒരു എന്താ പറയാ, നമ്മളൊരു റാങ്ക് അനുസരിച്ച് കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പ് 2022 ട്രെൻഡിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ 46,000 എന്നുള്ളത് ഏകദേശം ഒരു 3,000, 4,500 ഇടയിലാണ് റാങ്ക് വരിക. അപ്പൊ ഗവൺമെന്റ് MBBS ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും. സ്കോർ ചെയ്തിട്ടുണ്ട് 96%. കൺഫ്യൂഷൻ ആണ്. അല്ല, 96% ആണെങ്കിൽ ഒരു കാറ്റഗറി 2 ലെവലിലുള്ള NIT-കളിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കിട്ടാന്നുള്ളതായിരിക്കും. വെരി ഗുഡ്. അപ്പൊ IIT കോട്ടയം വെച്ച് പ്ലേസ്മെന്റ് ഉണ്ടല്ലോ. ആവറേജ് സാലറി 11 ലക്ഷം ഉണ്ട്. അപ്പൊ അതെടുത്ത് അങ്ങനെ പോണോ, അതല്ല അഗ്രികൾച്ചറോ BDS-ഓ ഗവൺമെന്റ് എടുത്തിട്ട് പിന്നീട് മാനേജ്മെന്റിലേക്ക് പോണോ ആലോചിക്കും. കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്താണെങ്കിൽ വന്നാൽ നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ഓക്കെ. ഹലോ. ഹലോ. കണ്ണൂരിൽ നിന്നാണ്. എന്റെ മോൾക്ക് വേണ്ടിട്ടാണ്. പിന്നെ സ്കീം ചെയ്തിട്ടുണ്ട്. അതിന് 63% ആണ്. എത്ര പെർസെന്റേജ്? 63%. ഗവൺമെന്റ് കോളേജ് കിട്ടാൻ ചാൻസ്. +2 സ്കോർ എത്രയാ? പെർസെന്റേജ് എത്രയാ? +2 330. അല്ലല്ല, പെർസെന്റേജ് പറയൂ. പെർസെന്റേജ് ടോട്ടലാ? +2 പെർസെന്റേജ് എത്രയാ? അത് 97%. ഗവൺമെന്റില് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടും. മിക്കവാറും കണ്ണൂർ കയറേണ്ടതാണ്. നോക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ പ്രാവശ്യം ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും ട്രെൻഡ് കൂടുതലാണ്. കമ്പ്യൂട്ടർ സയൻസ് പിന്നെ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലേക്ക് ആളുകൾ കയറും എന്തായാലും. പക്ഷേ ഒരു മൂന്നാമത്തെ അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ്, സോറി കേട്ടില്ല. ഹലോ ഹലോ ഹലോ. നിങ്ങൾ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. സിവില് കിട്ടുമെന്നാണോ ചോദിക്കുന്നത്? എവിടെ? കണ്ണൂരോ? കണ്ണൂര് കഴിഞ്ഞ പ്രാവശ്യം സിവില് ലാസ്റ്റ് റാങ്ക് മുസ്ലിം മെറിറ്റിൽ വന്നത് 16,634, ഈഴവ മെറിറ്റിൽ 15,000 വന്നത്. നിങ്ങളുടെ റാങ്ക് ആ റാങ്കിനുള്ളിൽ വന്നാൽ തീർച്ചയായിട്ടും കിട്ടും. ഒന്നും ആയിട്ടില്ല. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റ് മിക്കവാറും ഒരു 2 ആഴ്ചക്കുള്ളിൽ വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു മാർക്കൊക്കെ കണ്ടിട്ട് 97%-ലും 63% ഒക്കെ കണ്ടിട്ട് ഒരു 15,000-നുള്ളിൽ വരാൻ 15,000, 18,000-നുള്ളിൽ വരാനാണ് സാധ്യത കാണുന്നത് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് കിട്ടേണ്ടതാണ് എന്തായാലും. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി എടുക്കുന്നതിനെ കുറിച്ച് എന്താണ്? ഡിഗ്രി എടുക്കുന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് BSc-യോ? BSc. അതിനൊക്കെ നല്ലത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. അത്യാവശ്യം മോശമില്ലാത്തൊരു കോളേജിൽ എടുക്കുന്നല്ലേ നല്ലത്. ബിടെക് അതല്ലേ? റിലേറ്റീവ്ലി നല്ലത് കേട്ടോ. ബിടെക് കിട്ടിയിട്ട് കളയണ്ട. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സെൽഫ് ഫിനാൻസിൽ മോശമില്ലാത്തൊരു കോളേജിൽ കിട്ടും. ഓക്കെ. ഹലോ സാർ. ചോദിക്കൂ. ഹലോ. അമൽനാഥിന്റെ അല്ലേ? ചോദിക്കേ. ഹലോ സാർ. ST സ്റ്റുഡന്റ് ആണ്. ST
ST ആണോ SC ആണോ? ST ഷെഡ്യൂൾഡ് ട്രൈബല്. ഹലോ സാറേ, അവന് കീമിന്റെ റാങ്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നീറ്റിന്റെ സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യണം സാറേ. സോറി കേട്ടില്ല. ഹലോ പറയൂ സാറേ, നീറ്റിന്റെ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരില്ല. അപ്പൊ നമ്മൾ സ്കോർ കാർഡ് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയാനായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗ്രൂപ്പിലുണ്ടോ? കരിയർ ഗുരുവിന്റെ ഗ്രൂപ്പിലുണ്ടോ? ആസ്ക് ഗുരുവിലുണ്ടോ? വാട്സാപ്പിനകത്തുണ്ട് സാറേ. ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിനകത്തുണ്ട് സാറേ. ഗ്രൂപ്പിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യും. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കുട്ടിയുടെ മാർക്ക് എത്രയാണ്? 182. ഓൾ ഇന്ത്യയിൽ എത്രയാണ് റാങ്ക്? എത്രയാണ്? 8,85,065 ഓൾ ഇന്ത്യ. ഒരു മിനിറ്റ് കേട്ടോ. കാറ്റഗറി വൈസിൽ 40,022 ഈ 8 ലക്ഷത്തി ചില്ലുവാനം വരുമ്പോഴേ മിക്കവാറും അത് 25,000 അടുത്തേക്ക് വരും. 25,000 30,000 അടുത്തേക്കാണ് വരിക. കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് അനുസരിച്ച് കേരളത്തില് MBBS ഈ ST റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് 23,000 24,000 ചില്ലുവാനം വരെ പോയിട്ടുണ്ട്. മനസ്സിലായോ? നമുക്ക് അഗ്രികൾച്ചറോ ഫോറസ്ട്രി ആയിരുന്നു നോക്കുന്നത്. അതിലേതെങ്കിലും കിട്ടുമോ സാർ? അതൊക്കെ വരേണ്ടതാണല്ലോ. ഉറപ്പായിട്ടും കയറും. എന്ന് വെച്ചാലേ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ആയുഷ് അഗ്രികൾച്ചർ എന്തായാലും കയറും. മിക്കവാറും കയറും. 26 അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ, കാറ്റഗറി റാങ്കിൽ ഭയങ്കര വ്യത്യാസമൊന്നും വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും 26,000 വരെ 27,000 വരെ വന്നാൽ തീർച്ചയായിട്ടും കയറും. 24,000 ചില്ലാത്തിൽ മെഡിസിനും കയറും. മെഡിസിൻ നമ്മൾ നോക്കുന്നില്ല സാറേ, അഗ്രികൾച്ചർ ഫോറസ്ട്രി ആണ് നോക്കുന്നത്. അതെന്താ മെഡിസിൻ കിട്ടിയിട്ട് കളയുന്നത് എന്തിനാ? മെഡിസിൻ അവന് താല്പര്യമില്ലാത്ത കോഴ്സ്. അയ്യോ, അതാദ്യമായിട്ടാ ഞാൻ അങ്ങനെ കേൾക്കുന്ന. ഒരാൾക്ക് മെഡിസിൻ കിട്ടിയിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത്. നോക്കാം, അവന്റെ താല്പര്യത്തിനനുസരിച്ച് തന്നെ വിട്ടാൽ മതി കേട്ടോ. അവൻ അഗ്രികൾച്ചർ ഫോറസ്ട്രി എടുത്ത് IFS നോക്കുന്ന. വെരി ഗുഡ്. ഐഡിയ ഒക്കെ ഉണ്ടാവനല്ലേ? എന്തോ. അപ്പൊ വരട്ടെ, റാങ്ക് വരട്ടെ. നമ്മള് ഒരു 25-30 വന്നാൽ എന്തെങ്കിലും ഒന്ന് വന്ന് കയറും. അഗ്രികൾച്ചറോ ഫോറസ്റ്റിയോ ഒക്കെ വന്ന് കയറാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. സാറേ, ഞാൻ ജോമോൻ കോട്ടയം, അക്സ ജോമോൻ. സാറേ, എന്റെ സംശയം, നമ്മള് സെൻട്രൽ OBC, കേരള OEC, BX ആണ്, BX കാറ്റഗറി. OEC-ല് BX മനസ്സിലായി. ഓക്കെ. അതിൽ നമുക്ക് സെൽഫ് ഫിനാൻസില് നമുക്ക് എങ്ങനെയാണ്? സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഫീ ഉണ്ടാവില്ല. 1,000 രൂപയെ ഫീസ് ഉണ്ടാവുള്ളൂ. അതെങ്ങനെ സാറേ, പെർ മന്ത് ആണോ അതോ? അല്ല, പെർ ഇയർ ആണത്. പെർ ഇയർ ആണ്. നമ്മള് സെൽഫ് ഫിനാൻസിന്റെ ഫീ, ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞാൽ പെർ ഇയർ ആണല്ലോ. അതെ. അപ്പം പെർ ഇയർ 8,16,000 എന്നുള്ളത് OEC വരുന്ന കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ഈ 1,000 രൂപ അടച്ചാൽ മതി. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യേണ്ടത്? അത് വേണം. ഹോസ്റ്റൽ ഫീ ഉണ്ടാവും, ദെൻ സ്പെഷ്യൽ ഫീ ഉണ്ടാവും. അത്ര അടച്ചാൽ മതിയാവും. അത് ഓരോ കോളേജിനും വ്യത്യസ്തമായിരിക്കും. ചില കോളേജുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് തുകകളിൽ. ഇപ്പൊ ചില ഹോസ്റ്റലിൽ 1,10,000 വരുന്നുണ്ട്, ചിലതിൽ 80,000 വരുന്നുണ്ട്. സ്പെഷ്യൽ ഫീ 70,000 50,000 വരെയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു 2 ലക്ഷം എല്ലാം കൂടി. സാറേ, കൊച്ചിന് ഓൾ ഇന്ത്യ 81,000 ആണ് റാങ്ക്. ഓൾ ഇന്ത്യയോ? കാറ്റഗറി ഓൾ ഇന്ത്യയിൽ 81,000 ആണ് അവിടെ റാങ്ക്. 477 മാർക്ക്. അത് കിട്ടൂല കുട്ടി. 477 മാർക്ക് 81,000 ഓൾ ഇന്ത്യ റാങ്ക്. അതെ കിട്ടും, എന്തായാലും കിട്ടും. അപ്പൊ നമുക്ക് കേരളത്തില് നമുക്ക് നമ്മുടെ കാറ്റഗറിയിൽ വല്ല സാധ്യതയുണ്ടോ സാറേ? BX-ല് എന്തെങ്കിലും? അല്ല, BX-ല് എന്തായാലും ഗവൺമെന്റ് കോളേജുകൾ BX-ല് ലാസ്റ്റ് വന്ന് കയറുന്നത് ഒരു 2,200 വരെയാണ്. 2,200 ചില്ലുവാനം വരെ. അത് കേരള റാങ്ക് ആണോ അതോ കാറ്റഗറി റാങ്ക്? 2,200 അല്ല, സോറി, 2,600. അത് കാറ്റഗറി റാങ്ക് അല്ല, അത് ജനറൽ റാങ്ക്. 2,600 4,070 വരെ പോകും. സോറി, 4,070. അത് കേരള റാങ്ക്. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാട്ടോ.
അതെ അതെ അതാണ് ചോദിച്ചത്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 4070 വരെ പോകും. 4070 കേരള റാങ്ക് അല്ലേ സാർ? അതെ അതെ, കേരള റാങ്ക് 4070. നിങ്ങളത് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഓൾ ഇന്ത്യ 81,000. ദൈവം കാത്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ 81,000 മിക്കവാറും 4,500 5,000 ഇടയിൽ വന്ന് കയറാനാണ് സാധ്യത. 5,500. അപ്പം കാറ്റഗറി റാങ്കിൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വ്യത്യാസം കേരളത്തിലെ കാറ്റഗറി ആട്ടോ ഞാൻ പറയുന്നത്. അതില് താഴോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് കയറും. പക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റ് കയറിയാലും പ്രൈവറ്റ് കയറിയാലും ഫീസ് ഇല്ലല്ലോ. പക്ഷെ മറ്റേ പ്രൈവറ്റില് വരുമ്പോ നമുക്കൊരു 2 ലക്ഷം രൂപ ഹോസ്റ്റലും സ്പെഷ്യലൊക്കെ കൂടി അത്ര വരും. പിന്നെ ചിലപ്പോ ഈ ഇങ്ങനത്തെ OEC കാൻഡിഡേറ്റ്സിന് SCക്ക് അതേ ഉള്ളൂ. OEC കാൻഡിഡേറ്റ്സിന് ചിലപ്പോ ഈ സ്കോളർഷിപ്പുകൾ വരാറുണ്ട് ഹോസ്റ്റൽ. അത് അപേക്ഷിച്ചിട്ട് അതല്ലാതെ നിങ്ങൾക്ക് ഈ ഹോസ്റ്റൽ ഗ്രാൻഡ് അത് തന്നെ ഈ ഗ്രാൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് അപേക്ഷിച്ച് നിങ്ങളുടെ കുട്ടിയുടെ കോളേജിലെ റാങ്ക് ഒക്കെ കൂടി നോക്കിയിട്ടേ പരിഗണിക്കുള്ളൂ. എങ്കിലും നിങ്ങളൊരു 2 ലക്ഷം എന്തായാലും കാണണം. 2 ലക്ഷം അല്ല, ഒരു 1.5-1.25 കാണണം ഒരു വർഷം. അപ്പൊ ഏകദേശം ഒരു 8 ലക്ഷം 10 ലക്ഷം. ഇപ്പോഴത്തെ റാങ്ക് വെച്ച് BX-ൽ എങ്ങനെയാ സാറേ? BX-ല് സ്റ്റാൻഡിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? BX-ന്റെ റാങ്ക് എന്ന് പറയുമ്പോൾ BX-ന്റെ ഇപ്പൊ ഈ റാങ്ക് വെച്ചിട്ട് കേരള റാങ്ക് എന്തായാലും 6,500 ഒരു എത്രയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്? 85,000 അല്ലേ? 81 ആണല്ലോ. അപ്പൊ അത് മിക്കവാറും കയറി വരിക ഒരു 5,500-6,500 ഇടയിലാണ് വരിക. അത് ചിലപ്പോ 4,700 പോയേക്കാം, ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാലും ഗവൺമെന്റ് കിട്ടാൻ സാധ്യത കുറവാണ്. സെൽഫ് ഫിനാൻസ് എന്തായാലും നല്ലത് കിട്ടും. ഹലോ ഓക്കെ സാറേ. ഹലോ സാറേ. പറയൂ. ഹലോ പറയൂ സാറേ. ഒരു 1,54,000 OBC NCL കേരള സെൽഫ് കർണാടക സെൽഫ് സാധ്യതയുണ്ടോ? കേരള സെൽഫ് ബോർഡർ ലൈൻ സാധ്യതയുണ്ട്. 12,000 ചില്ലാനം കേരള റാങ്കിലേക്ക് വന്നേക്കാം. ബോർഡർ ലൈൻ സാധ്യതയുണ്ടോ സാർ? സാധ്യതയുണ്ട്. എങ്ങനാ? കർണാടക എന്തായാലും വരും. കർണാടക എന്തായാലും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് കോളേജുകൾ ഏതാണെന്നുള്ളത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കി തരും. അതിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ ചെയ്യോ? ചെയ്തു തരും. എല്ലാം എന്ന് വെച്ചാൽ ഓപ്ഷൻ കൊടുക്കലും പ്രിന്റ് എടുത്ത് തരലും തുടർന്നുള്ള അലോട്ട്മെന്റുകളിലും നിങ്ങളെ സഹായിക്കലൊക്കെ ഉണ്ടാവും. അപ്പൊ കേരള സെൽഫിന് ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ OBC NCL ഏതാണ്? കാറ്റഗറി ഏതാ? അയ്യോ, ഷാലിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ OEC അല്ലേ? അത് ഇൻകണ്ടാവുകൊണ്ട്. അതാണ്. അപ്പൊ നിങ്ങൾ BH-ൽ വരും. അതെ BH-ൽ വരും. BH-ൽ വരുമ്പോൾ ഒരു 10,000-നുള്ളിൽ 10,000 ചില്ലുവാനോ ഒരു 11,000 വരെയൊക്കെ BH-ലെ റാങ്ക് കാറ്റഗറി റാങ്ക് ഈ വർഷം കുറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ പ്രസൻസ് കാറ്റഗറി റാങ്കിലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി ചിലപ്പോൾ സെൽഫ് ഫിനാൻസിൽ വന്നേക്കാം. ചിലപ്പോൾ കർണാടക എങ്ങനെ ഫീസ്? കർണാടകയിൽ 13 ലക്ഷമാണ് ഈ വർഷം കൂടും. 13.5 ലക്ഷം എന്നുള്ളത് 14 ആയേക്കാം. അപ്പൊ തമിഴ്നാട്ടിൽ 13 ഉള്ളായിരുന്നല്ലോ അല്ലെ? അതെ. അതിന്റെ ഡേറ്റ് കഴിഞ്ഞോ? തമിഴ്നാടിന്റെ ഡേറ്റ് ഉണ്ടല്ലോ ഇപ്പൊ. നിങ്ങൾ അപ്ലൈ ചെയ്തോ? അത് ഇല്ല, അപ്ലൈ ചെയ്തിട്ടില്ല. അതൊന്ന് അപ്ലൈ ചെയ്തോളൂ വേഗം. തെലുങ്കാന കുറയോ? എവിടെയാ കുറയോ സാർ? ഇല്ല, റിലേറ്റീവ്ലി കർണാടകയും തമിഴ്നാടും മാത്രമേ കുറയുള്ളൂ. ബാക്കിയുള്ളടത്ത് 15-ന് മേലെ 15 വരുന്നത്. ശരി, അങ്ങനെയാണ് നേരിട്ട് വന്നിട്ട് സംസാരിക്കാം ഞാൻ. പ്ലീസ്. സാറേ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ മോളിപ്പോ നീറ്റ് എഴുതിയിട്ടുണ്ട്. അവളുടെ ഓൾ ഇന്ത്യ റാങ്ക് 4,39,930. പിന്നെ ടോട്ടൽ സ്കോറ് 301. SC കാറ്റഗറിയിലാണ്. അപ്പൊ കേരളത്തിലെ ടീമിന്റെ പ്രകാരം എന്തെങ്കിലും ചാൻസ് ഏതെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിരുന്നു. ഇപ്പൊ ഉള്ള റാങ്ക് 4,39,930.
ഈ റാങ്ക് ഒരു 16, 17, 17, 20-നുള്ളിലേക്ക് പോകാനാണ് സാധ്യത. കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് അനുസരിച്ച് ഇപ്പൊ കാറ്റഗറി റാങ്കിൽ നമ്മൾ വലിയ പ്രകടമായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും MBBS കിട്ടും. കാരണം SC റിസർവേഷനിൽ കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത് 16,000 ചില്ലുവാത്തിന് മേലെയാണ്. 16,530 200 അല്ല 516 ഒറ്റ മിനിറ്റ് 16,710 യെസ് 16,710 വരെ പോയിട്ടുണ്ട്. ആ റാങ്കിനുള്ളിൽ വന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. എന്നാലും ഓൾ ഇന്ത്യയിലെ ചെറിയ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് ഒരു 17,000 അടുത്ത് വരെ പോയേക്കും. 17,000 അല്ല 17,000 ചില്ലുവാനം പോകും. 17,000 ചില്ലുവാനം SC റാങ്കിൽ പ്രകടമായ വ്യത്യാസം ഇല്ലെങ്കിൽ. അപ്പൊ അല്ല സാറേ, അപ്പൊ ഗവൺമെന്റ് മേഖലയിൽ ചാൻസ് ഉണ്ടോ? എങ്ങനാ സെൽഫ് ഫിനാൻസിൽ ചാൻസ് ഉണ്ടോ? അല്ല, സെൽഫ് ഫിനാൻസിൽ കൂടി കൂട്ടിയിട്ടായി പറയുന്നത്. സെൽഫ് ഫിനാൻസും ഗവൺമെന്റ് ഒക്കെ ഫീ ഒന്നും തന്നെയല്ല, അതുകൊണ്ടാണത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അഥവാ കിട്ടിയില്ല, ഇനിയിപ്പോ BDSന് ഗവൺമെന്റില് ചാൻസ് വരും? ഗവൺമെന്റ് BDS അല്ല, ഈ BDSനും ഫീസ് കുറവാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് BDS എന്തായാലും കിട്ടും, സെൽഫ് ഫിനാൻസും കിട്ടും. ഗവൺമെന്റ് BDS എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 18,000 ചില്ലുവാനം വരെ റാങ്കിൽ സീറ്റ് കിട്ടും. 18,000-ലേക്കൊക്കെ വരാനാണ് സാധ്യത. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ 34,000 35,000 വരെ പോകും. എങ്ങനെ വന്നാലും ഗവൺമെന്റ് BDS കിട്ടേണ്ടതാണ് കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയാൻ വേണ്ടി നേരിട്ട് വന്നിട്ട്. കോഴിക്കോടല്ലേ നിങ്ങളുടെ വീട്? കോഴിക്കോട് ഞങ്ങൾ പേരാമ്പ്രയാണ്. അപ്പൊ നേരിട്ട് വന്നോളൂ കേട്ടോ. ശരി എന്നാ. താങ്ക് യു സർ. ഹലോ സർ. എന്റെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് 1,56,249 OBC കാറ്റഗറി. OBC കാറ്റഗറിയിൽ മുസ്ലിം മെറിറ്റ് അല്ലേ മോളെ? 1,56,249. സ്കോർ എത്രയാണ് നിന്റത്? 429. 429. 1,56,000 എന്നൊക്കെ പറയുമ്പോഴേ മിക്കവാറും ഒരു 10,000, 11,000, 12,000 ഇടയിലേക്ക് അങ്ങനെയാണ് വരിക. അപ്പൊ നിനക്ക് സെൽഫ് ഫിനാൻസ് കയറാൻ സാധ്യത ഉണ്ട്. ഫീസ് എങ്ങനെ വരും സെൽഫ് ഫിനാൻസ്? ഇപ്പൊ നിലവിൽ 8,16,000 വരെയൊക്കെയാണ് ഫീസ് വരുന്നത്. അതൊരു കുറച്ചുകൂടി കൂടി ഒരു 8,60,60,000 വരെയൊക്കെ മീൻസ് ട്യൂഷൻ ഫീ വരും. സ്പെഷ്യൽ ഫീയും ഹോസ്റ്റലൊക്കെ കൂടി കിട്ടുമ്പോൾ ഒരു 10 ലക്ഷം 10,50,000 ഉള്ളിൽ ഒരു വർഷം കാണണം. അപ്പൊ അഗ്രികൾച്ചറോ? അഗ്രികൾച്ചർ കിട്ടും. 18,000 വരെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അഗ്രികൾച്ചർ എന്തായാലും നിനക്ക് കിട്ടും. അഗ്രികൾച്ചർ നിനക്ക് താല്പര്യം ഉണ്ടോ കുഞ്ഞെ? പ്രത്യേകിച്ച് 12,000 വരെയാണ് അഗ്രികൾച്ചർ മൂന്നാമത്തേൽ പോയിരിക്കുന്നത്. 18 വരെയൊക്കെ ചിലപ്പോ മോപ്പപ്പിൽ കയറും കേട്ടോ. അപ്പൊ അഗ്രികൾച്ചർ എടുക്കോ അതോ സെൽഫ് ഫിനാൻസിൽ 10 ലക്ഷം കൊടുത്ത് MBBS എടുക്കോ? 10 ലക്ഷമൊക്കെ പറ്റൂലല്ലോ. ഓക്കെ, അപ്പൊ നീ അടുത്ത ഓപ്ഷൻ ഏത്? അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ദെൻ ഹോമിയോ. ഈ 3 നോക്ക്. ഹോമിയോ ഒക്കെ എന്തായാലും കിട്ടും, ഡോക്ടർ ആവാലോ. സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ വന്നാല്? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉണ്ടാവും. എപ്പാ വരാൻ പറ്റുമോ? ഇവിടെ ഓഫീസ് നമ്പറിൽ വിളിക്കാം. ഓഫീസ് നമ്പർ ഞാൻ ഒന്ന് പറയാം, നോട്ട് ചെയ്യാം. 8606 8606 11 992 അല്ലെങ്കിൽ 9391. ഈ 3 ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നോളൂ കേട്ടോ. നിന്റെ റാങ്ക് കണ്ടിട്ട് 12,000 ഉള്ളിൽ വരാനാണ് സാധ്യത. അപ്പൊ അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും ഹോമിയോയും ആയുർവേദം ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഏതെടുക്കണമെന്ന് ആലോചിക്കാം. നീ ഒന്ന് നേരിട്ട് വന്നോളൂ. ഓക്കെ സാറേ, ഈ LCL ഉണ്ടല്ലോ, LCL സർട്ടിഫിക്കറ്റ് ക്രീമില് അത് നമുക്ക് ഞാൻ നവംബറിൽ എടുത്താണ് ലാസ്റ്റ്. അത് കേരളത്തിന്റെ അല്ലേ വേണ്ടത്? നമ്മൾ കേരള അഡ്മിഷൻ ആണെങ്കിൽ? അതെ, കേരളത്തിൻ്റെതാണ് വേണ്ടത്. അത് നമ്മൾ നവംബറിൽ 2024 എടുത്തതാണ്. നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി. നമുക്ക് അത് മതിയാവോ? മതിയല്ലോ, വാലിഡിറ്റി ഉണ്ടല്ലോ അതിന്. വാലിഡിറ്റി 1 ഇയർ ഉണ്ടെങ്കിൽ അത് മതിയാവും? മതി. പിന്നെ രണ്ടാമത് പറഞ്ഞ ഈ അഡ്മിഷന്റെ സമയം ഇങ്ങനത്തെ നമ്മൾ ഇപ്പൊ പേരൻസ് ഒക്കെ നമ്മൾ കോളേജിലേക്ക് പോകേണ്ട ഈ മാസമൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നതിനെ കൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏത് മാസമായിരിക്കും നമുക്ക് കോളേജിലേക്ക് പോകേണ്ടി വരിക? ജൂലൈ 15 അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റിനുള്ളിൽ നമ്മൾ പോകേണ്ടി വരും. ഓഗസ്റ്റ് ലാസ്റ്റിനുള്ളിൽ? അപ്പൊ നിങ്ങൾ ഓഗസ്റ്റ് ലാസ്റ്റിനുള്ളിൽ യാത്ര ചെയ്യോ?
അല്ല, ഞാൻ അതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമ്മൾ യാത്ര ചെയ്യാനുള്ള ടൈം. അപ്പൊ സെപ്റ്റംബറിൽ പോകണോ അല്ലെങ്കിൽ ഓഗസ്റ്റിന് പോയി വരണോ എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അല്ല, ഓഗസ്റ്റ് ലാസ്റ്റ് കഴിഞ്ഞോട്ടെ, എന്നിട്ട് യാത്ര ചെയ്തോളൂ കേട്ടോ. ഓഗസ്റ്റ് ലാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഈ MMCയിലൊക്കെ നമുക്ക് ഏകദേശം റാങ്ക് ഏത് ലെവലിൽ വരുന്ന അപ്രോക്സിമേറ്റ് അറിയോ? ഏത് മലബാറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മലബാർ മെഡിക്കൽ കോളേജ് മോളത് 122 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. 122 വരുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു 10,000 ചോടെ റാങ്ക് വരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ MMCയിലേക്ക് കട്ട് ഓഫ് വരുമോ? MMC കട്ട് ഓഫിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം 7,000 ചില്ലുവാനം വരെയാണ് MMC ലാസ്റ്റ് വന്നിരിക്കുന്നത്, 7,032 വരെ. അപ്പൊ KMCT ഏതാണ് കുറച്ചുകൂടി? അല്ല, KMCT ആകുമ്പോൾ ഒരു പ്രത്യേകത, KMCT ഒരു മൈനോറിറ്റി റിസർവേഷൻ റാങ്ക് ഉണ്ട്. അത് 8,700 വരെ പോയിട്ട് മിക്കവാറും അതിൽ വന്ന് കയറും. KMCT കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഹലോ സാർ. സാർ, എനിക്ക് 424 മാർക്കാണ്. ഓൾ ഇന്ത്യയില് 1,65,000 സംതിങ് ആണ്. 1,65,000 സംതിങ്. ഞാൻ OBC കാറ്റഗറിയാ. അപ്പൊ എനിക്ക് MBBS മോളെ 10,000-നുള്ളിൽ വന്നാൽ OEC അല്ലേ നീ? OEC വീരശൈവ. അപ്പൊ വീരശൈവ എന്തായാലും സാധാരണ ആൾക്ക് BHന്റെ റാങ്ക് അനുസരിച്ച് 10,000 ചില്ലുവാനം വരെ പോയിട്ടുണ്ട് മോളെ. അപ്പൊ നിനക്ക് പ്രൈവറ്റിൽ കിട്ടും. ഭയങ്കര കാറ്റഗറി റാങ്കിൽ വ്യത്യാസം വന്നില്ല എങ്കിൽ 10,500-നുള്ളിൽ അല്ലെങ്കിൽ 11,000-നുള്ളിൽ റാങ്കിൽ വന്നാലാണ് നമുക്ക് ഈ ലാസ്റ്റ് കിട്ടുക. അതും പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ. എങ്ങനെയാ ഇത് അലോട്ട്മെന്റ് കൊടുക്കുന്നത്? ഞാൻ ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഗവൺമെന്റ് കൊടുത്തിട്ടാണോ പ്രൈവറ്റ് കൊടുക്കേണ്ടത്? യെസ്, ആദ്യം ഗവൺമെന്റ് കൊടുക്കുക. അത് ഒന്നും ഒഴിവാക്കണ്ട, നീ എല്ലാം അങ്ങ് കൊടുത്തിട്ടോ. കുറച്ച് ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ട്രിവാൻഡ്രം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂര്, ആലപ്പുഴ, ഫസ്റ്റ് 5 എണ്ണം. ഇതെങ്ങനെയാണ് സാർ റാങ്കിങ് ഒക്കെ OEC കാറ്റഗറിയുടെ? OEC കാറ്റഗറിയുടെ റാങ്കിങ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി റാങ്കിങ് BH വരും. എന്തായാലും ബാക്ക്വേർഡ് ഹിന്ദുവില നിങ്ങൾ വരിക BHല്. ആ കാറ്റഗറി റാങ്ക് ഒന്ന് പരിശോധിക്കുക കേട്ടോ. ഓൾ ഇന്ത്യയിൽ എനിക്ക് 1,65,000 സംതിങ്. അത് വരൂല മോളെ, ഓൾ ഇന്ത്യയിൽ വരൂല. ഓൾ ഇന്ത്യയിൽ 27,000-നുള്ളിൽ തന്നെ തീരും. കാരണം അവിടെ OBC മാത്രമേ പരിഗണിക്കുന്നുള്ളൂ കേട്ടോ. കേരളത്തിൽ സെൽഫ് ഫിനാൻസിൽ കീമിന്റെയിലാണ് നിനക്കൊരു സാധ്യത കാണുന്നത്. റാങ്ക് 10,500, 11,000-നുള്ളിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാം കേട്ടോ. ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എങ്ങനെ ഗവൺമെന്റ് കോളേജ് പോലെ അല്ല, അതിന് ഡിഫറൻസ് എന്തെങ്കിലും? ഇല്ല, അതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാല് രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഫീ ഒന്നുമില്ല. ദെൻ അതുപോലെ അവിടെ ഫീസ് ഇല്ല തീരെ. ദെൻ അതുപോലെ അവിടെ ഹോസ്റ്റൽ ഫീ ഒക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു 1,00,000-ൽ താഴെ വന്ന് നിൽക്കും ചെലവ്. 1,00,000-ലും വരൂല, ഒരു 70,000, 75,000-ന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതേ സമയത്ത് കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോളർഷിപ്പും കിട്ടാറുണ്ട്. സെൽഫ് ഫിനാൻസിൽ വരുമ്പോൾ എങ്ങനെ ആയാലും ഒരു 1.5 ലക്ഷം രൂപ അഡീഷണൽ നമ്മൾ ഓരോ വർഷവും കാണണം. ഒരേപോലെ, ഒരു വ്യത്യാസമില്ല. ഒരേ ക്ലാസ്സിൽ തന്നെ ഇരുത്തിയാണ് പഠിപ്പിക്കുക കേട്ടോ. ഒരു വ്യത്യാസം വരൂല മോളെ. അവിടെ ഒന്നും പ്രശ്നം വരില്ല കേട്ടോ. ഇല്ല, അതൊന്നും നീ ടെൻഷൻ ആവണ്ട കേട്ടോ. ദൈവം കാത്തിട്ട് ഈ 10,500, 11,000-നുള്ളിൽ വന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. മിക്കവാറും വരും നിനക്ക്. ഫീസ് ഇല്ലാതെ MBBS പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. Career Guru, molding your future.